പറഞ്ഞിട്ട് ആനന്ദൻ അവനെ അയച്ചത്. അതിപ്പോ ഞാൻ അറിഞ്ഞു താൻ ഇങ്ങനെ. നന്നായിടൂ. ശുദ്ധവും വൃത്തി ശരീരത്തിൽ ഉണ്ടാകുമ്പോഴേ ഉള്ളിലെ വാഗ്ദേവിയുടെ ശക്തി ജ്വലിക്കൂ. അച്ഛൻ പൊട്ടനാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഇവിടെ. ക്ലബ്, ഡിസ്കഷൻ, മത്സ്യമാംസാദികള്. എന്നിട്ട് ഇവിടെ എന്നെ കാണിക്കാൻ കുളീന്റെ വാരൂ. അച്ഛാ ഒന്നും പറയണ്ട. ഇനി ഒരിക്കൽ ആവർത്തിക്ക്, അപ്പൊ വേറെ അറിയും. ഇനി അങ്ങോട്ട് എന്താ ചെയ്യുക എന്ന് പദ്ധതികൾ വല്ലതും ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. ഒന്ന് തീർച്ച, ഇനി മടങ്ങി വിദേശത്തേക്കില്ല. കല കൊണ്ട് മാത്രം അന്തസ്സായിട്ട് കഴിഞ്ഞുവിടാൻ പറ്റില്ല ഇക്കാലത്ത്. അല്ലെങ്കിൽ അതിനെ അവഹേളിക്കണം. അങ്ങനെയുള്ള പണം നമുക്ക് വേണ്ടെന്ന് വെച്ചിട്ടാ സമുദായക്കാർ പുച്ഛം പറഞ്ഞിട്ടും നീലകണ്ഠൻ കല കയ്യിൽ നിന്ന് വിടാതെ കച്ചവടം വേറെ വഴിക്ക് വിട്ടത്. ബിസിനസ്സിലുള്ള ടേസ്റ്റ് എങ്ങനെയാ തനിക്ക്? പരീക്ഷിച്ചിട്ടില്ല, മോശാവാനേ വഴിയുള്ളൂ. എന്നങ്ങ് തീർച്ചയാക്കണ്ട. റിയൽ എസ്റ്റേറ്റ്, ബിൽഡിംഗ്, കൺസ്ട്രക്ഷൻ നല്ല സ്കോപ്പായിപ്പോഴേ, പ്രത്യേകിച്ച് മദ്രാസ് പോലൊരു മെട്രോപൊളിറ്റൻ സിറ്റിയില്. എഞ്ചിനീയറിംഗും പാസ്സായി തൊഴിലില്ല നടക്കുന്നുണ്ടല്ലോ ഒരുത്തൻ. അവനെയും വെച്ചോ പാർട്ട്ണറായിട്ട്. തിടുക്കം കൂട്ടണ്ട, ടേക്ക് യുവർ ഓൺ ടൈം. സത്യത്തിൽ ഈ ഐഡിയ എന്റെയാ. ഇതൊന്ന് ഹിന്റ് ചെയ്യാനായിട്ടാ ഇന്നലെ ഞാൻ മുറി വന്നത്. അപ്പോഴൊക്കെ ഈ ചെറുക്കൻ കയറി എല്ലാം കുളവാക്കി. ഉടക്കാനും ഉഴപ്പാനും നിൽക്കണ്ട. ഓരോ നാട്ട് പിരിയുന്നെങ്കിൽ പിരിയട്ടെ. കമ്പനിക്ക് അവകാശം പറഞ്ഞ ആരും വരില്ലല്ലോ. അതിനൊക്കെ ഫൈനാൻസ് എവിടുന്നാ? കമ്പനിന്ന് എടുക്കാൻ പറയും. ബാങ്ക് ഉണ്ടല്ലോ, അവിടെ നടക്കട്ടെ. അങ്ങനെ ഒരു ഐഡിയ അച്ഛൻ ഇതുവരെ തോന്നിയിട്ടുണ്ടാവില്ല. ദേ, ഞാനൊരു കാര്യം പറയാം. എന്റെ കുളങ്കലക്ക് മീൻ പിടിക്കാൻ വന്നാലേ പെൺബുദ്ധി പിൻബുദ്ധി, അത് താനിങ്ങനെ ഒച്ച വെക്കുന്ന എന്തിനാ? പിൻബുദ്ധിയാണെന്ന് ഉറപ്പുണ്ടല്ലോ. ആ ബോധം ഉണ്ടായാൽ മതി. ഈ പാടുന്ന കക്ഷിയാ ഇപ്പൊ സിറ്റിയിലെ ഹോട്ടൽ. ദത്തനെ എന്റെ ഈ ഹോട്ടലിലേക്ക് പാർട്ടിക്ക് ക്ഷണിച്ചപ്പോ ആദ്യം ഇൻവൈറ്റ് ചെയ്തത് ഇവനെയാണ്. ഈസ് വെരി ബിസി. വേറെ ലെമന്, നോട്ട് ഇവൻ എ ബിയർ. മഹാമോശം. എനിക്കൊരു കമ്പനി ആവുമെന്നൊക്കെ ഞാൻ സ്വപ്നം കണ്ടത് വെറുതെ. ഒരു മൂഡ് തോന്നെങ്കിൽ ജോയിൻ ചെയ്യാം. ആ പിന്നെ എത്തനെ ഞാൻ പാർട്ടിക്ക് ക്ഷണിച്ചത് ഫ്രണ്ട്ലി ആയിട്ടാണെങ്കിലും ഇതിന്റെ പിന്നിലൊരൽപ്പം ബിസിനസ് ഉണ്ട് കേട്ടോ. ഹിയർ ഈസ് മിസ്റ്റർ ദേവദത്തൻ, ദ ഗ്രേറ്റ് സിംഗർ ഫ്രം പാരീസ്, സിംഗ്സ് ഫോർ യു, ഡാൻസസ് വിത്ത് യു എന്ന് ഞാൻ കയറിയ അനൗൺസ് ചെയ്യും. ന്യൂസ് സ്പ്രെഡ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് എന്റെ ഹോട്ടലിലാ. ലക്ഷ്മി ഗിവ് കമ്പനി. അനന്തടാ, നോ ഐ കാൺട്ട്. എന്തു പറ്റി ദത്തൻ? ഐ ആം സോറി. ഓ, ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇതൊക്കെ മടുത്താ തിരികെ പോകുന്നു. വെസ്റ്റേൺ മ്യൂസിക്, ഈവൻ അതിന്റെ പ്യൂർ ക്ലാസിക്കൽ ഫോമിൽ പോലും ആസ്വദിക്കാൻ പറ്റാത്ത മാനസികാവസ്ഥയിലായി. ഇവിടെ നിന്ന് പോകുമ്പോൾ ഇതുപോലെയുള്ള അവിയൽ മ്യൂസിക് ആയിരുന്നു തലയിൽ മുഴുവൻ. പിന്നെ സ്പെസിഫിക് ആയിട്ട് പഠിച്ചു. ലണ്ടൻ ട്രിനിറ്റിയുടെ 9th ഡിഗ്രി വരെ പോയി. വയലിനില് കമ്പോസർ, കണ്ടക്ടർ, സിംഗർ, ഇൻസ്ട്രുമെന്റ് പ്ലെയർ, അങ്ങനെ ഒരുപാട് റോളുകളിൽ അഭിനയിച്ചു തീർത്തു. ഈവൻ ആസ് എ സ്ട്രീറ്റ് സിംഗർ. തെരുവ് ഗായകൻ. ചപ്പളാങ്കട്ടയ്ക്ക് പോകേണ്ടി വന്നില്ല, ഒരു ഗിറ്റാർ ബാക്കിയുണ്ടായിരുന്നു. ആ ജീവിതം ഞാൻ മടുത്തു. ലോകത്തെവിടെയും ട്രെൻഡൊക്കെ ഒന്ന് തന്നെയാണ്. ഒരു കലാകാരൻ രക്ഷപ്പെടണമെങ്കിൽ കല മാത്രം പോരാ, ഹി മസ്റ്റ് ബി എ ഗുഡ് ബിസിനസ് മാൻ. അവിടെ ഞാൻ തോറ്റു. ഒരുപാട് തോറ്റ പരീക്ഷയിൽ ഒന്നുകൂടെ അപ്പയർ ചെയ്യിക്കാനാ അച്ഛന്റെ ശ്രമം. ബിസിനസ് മടിയനെ അടികൊടുത്ത് സ്കൂളിലാക്കേണ്ട ചുമതലയാ തിരുവേനി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായി. ഷോർട്ട് നോട്ടീസിൽ ഒരു പാർട്ടിക്ക് ക്ഷണം വന്നപ്പോഴേ മനസ്സിലായി. പാരീസിലെ കോൺക്രീറ്റ് വനങ്ങൾ കണ്ട് മനം മടുത്താണ് ഞാൻ മടങ്ങി വന്നത്. സിമന്റ്, കമ്പി, ഗ്രാവൽ, റിയൽ എസ്റ്റേറ്റ്. അനന്തേട്ടൻ തോന്നുന്നുണ്ടോ എനിക്ക് ആ ബിസിനസ് പറ്റുമെന്ന്? ലക്ഷ്മിയുടെ സമ്പർക്കം കൊണ്ടാവും ഒരു ആർട്ടിസ്റ്റിന്റെ മനസ്സ് എനിക്ക് മനസ്സിലാവും. ബട്ട് യു ഹാവ് ടു ഫേസ് ദ റിയാലിറ്റി. തിരുവേനിക്ക് വയസ്സായി, സാമ്പത്തികമായി വളരെ സ്റ്റേബിൾ ആണെങ്കിലും ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു കൂട്ടുകുടുംബമാണ് നിങ്ങളുടേത്. കൈ കിട്ടിയതൊന്നും ആരും വിട്ടുകൊടുക്കില്ല. ഹൗ വിൽ യു സർവൈവ്? ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു കൂട്ടുകുടുംബമാണ് നിങ്ങളുടേത്. കൈ കിട്ടിയതൊന്നും ആരും വിട്ടുകൊടുക്കില്ല. ഹൗ വിൽ യു സർവൈവ്?
മോനെ പാല്. ഏട്ടത്തി എന്തിനാ ഈ രാത്രിയില് പാല് കുടിക്കുന്ന ശീലമൊക്കെ എന്നേ ഇല്ലാണ്ടായി. വന്ന തിരക്കില് എന്റെ മോനെ ഒന്ന് നേരമണ്ണം കണ്ടുകൂടിയില്ല. ഇത്തിരി തടിച്ചെന്നേ ഉള്ളൂ, ഒട്ടും മാറിയിട്ടില്ല. മാറി, ഒരുപാട് മാറി. അതുകൊണ്ടല്ലേ മടങ്ങി വന്നത്. നന്നായി. അമ്മ അവിടെ ഈശ്വരന്മാരോട് പ്രാർത്ഥിക്കാതിരിക്കൂ? എന്തായാലും നീ വന്നതോടെ മുരളിയുടെ കാര്യത്തിനൊരു തീരുമാനമാവുമല്ലോ. അതാ ഇപ്പൊ എന്റെ ആശ്വാസം. പ്രായപൂർത്തിയായി കല്യാണം കഴിച്ച ആൺകുട്ടിയല്ലേ അവനും. തരപ്പടിക്കാരല്ലെങ്കിലും അവന്റെ പെൺവീട്ടുകാരുടെ മട്ടും ഭാവവും ഒക്കെ മാറി തുടങ്ങി. അനുഭവിക്കാനും വേണം ഒരു യോഗം. സ്വന്തം മക്കളെ പോലും അച്ഛൻ അത്രയും വിശ്വസിച്ചിട്ടില്ല. എല്ലാം എഴുതി കൈ കിട്ടിയപ്പോ എന്നെ മോനെ നടതള്ളിയിട്ട് പോയില്ലേ അയാള്? എവിടെയാ ഇപ്പൊ മാധവേട്ടൻ? ആവോ, വേറെ കുടുംബവും കുട്ടികളും ഒക്കെ ആയില്ലേ അങ്ങേർക്ക്? അന്വേഷിച്ചിട്ടെന്താ? ആ, നീ കിടന്നു. ഇഷ്ടപ്പെട്ടോ? ഇതാണ് പെർഫെക്റ്റ് ബ്ലെൻഡ്. കലയും ഓഫ് കോഴ്സ് കുറച്ച് കച്ചവടം ഉണ്ടെങ്കിൽ അതും. കുറച്ചല്ല, രണ്ടാമത് പറഞ്ഞത് ശരിക്കുമുണ്ട്. അത് അനന്തേട്ടന്റെ ബുദ്ധി. എനിക്കതിൽ റിഗ്രറ്റ് ഒന്നുമില്ല. കൊടുക്കും തോറും ഏറിടും. അത് വിദ്യ മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ ചവിട്ടി നിൽക്കാൻ ഭൂമി വേണ്ടേ? അതിന് പണം വേണം. ലണ്ടനിലെ വിക്ടോറിയ സെന്ററി ഹാളിലെ എലൈറ്റ് ഓഡിയൻസിന്റെ മുമ്പിലും പാരീസിലെ ഇടുങ്ങിയ തെരുവുകളിൽ നിന്ന് ഞാൻ പാടിയിട്ടുണ്ട്. ആത്മാവിഷ്കാരം മാത്രമായിരുന്നു അത്? അല്ല, അതിന് ഞാൻ പണവും വാങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ച് കലയുമായി ഒരു ബന്ധവുമില്ലാത്തൊരു ബിസിനസ്സിന് ഇറങ്ങുക, ആ പണം കൊണ്ട് സംഗീതം പരിപോഷിപ്പിക്കുക, നോ. രണ്ടിടത്തും ഞാനൊന്നും അല്ലാതായിപ്പോ. ഞാനൊരു സജഷൻ വെക്കട്ടെ. പുറത്തുള്ളവരൊക്കെ എത്ര അഭിനന്ദിച്ചാലും ഇവിടെ ഈ കലാക്ഷേത്രത്തിന് ഒരു മിസ്സിംഗ് ഫാക്ടർ ഉണ്ട്. മ്യൂസിക്. അതില്ല ഇവിടെ. ആഹാരം ഒരു ഭീഷണി ആയതുകൊണ്ട് മാത്രം പാടുന്ന രാമസ്വാമിയാ ഞങ്ങളുടെ ത്യാഗരാജനും ഫാൻസിനും അല്ല. മറ്റ് തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിന്നൂടെ? അനന്തേട്ടനും വിരോധം പറയില്ല. തെറ്റിദ്ധാരണ വേണ്ട, സ്റ്റാഫായിട്ടല്ല, ആസ് എ പാർട്ട്ണർ. പ്രോഗ്രാംസ് ഒക്കെ പുതിയ രീതിയിൽ, ഒരു ജോയിന്റ് വെഞ്ചർ, ദാറ്റ്സ് ഓൾ. സമ്മതം, 100 വട്ടം സമ്മതം. മോമൻസിന്റെ ഡിഫൻസിലാണ് ലക്ഷ്മി ഓവർടേക്ക് ചെയ്ത്. ഇല്ലെങ്കിൽ ഞാനിത് അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാനിരിക്കായിരുന്നു. മഹാന്മാർക്ക് മാത്രമല്ല, മഹതികൾക്കും ചിലപ്പോ ടെലിപ്പതി വർക്ക് ചെയ്യും. നെറ്റി വേർതിരിക്കുന്നു. കുഴയ്ക്കുന്നത് അക്കൗണ്ട്സ് ആണോ അതോ പെണ്ണരിച്ച നാടിന്റെ അഹങ്കാരം ഞാൻ കാട്ടിയും തോന്നിയിട്ടാണോ? അനന്തേട്ടനോട് ആലോചിക്കാതെ ദത്തനോട് ഞാൻ കമ്മിറ്റ് ചെയ്തത് മാറ്റിപ്പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. മനസ്സിന്റെ ഒരു കോണിലെങ്കിലും അനന്തേട്ടൻ അത് വേണ്ടായിരുന്നു തോന്നിയാൽ. കോശവൻ 5 തവണ ഞാൻ വാണിംഗ് കൊടുത്തതാ. ഗുണനെ പട്ടിക അറിഞ്ഞാ മതി ഇതൊന്ന് ടാലി ചെയ്യാൻ. കോളമാക്കി വെച്ചിരിക്കുക ആ മേനോൻ. അവന് CA കൊടുത്തവനെയാ എനിക്ക് സംശയം. യു പ്രൊസീഡ്. ഒരു ചേഞ്ച് ആവട്ടെ എല്ലാവർക്കും. താങ്ക് യു. ഞാൻ അറിഞ്ഞിടത്തോളം വളരെ ലാഭത്തിലും സൽപ്പേരിലും നടന്നു പോകുന്ന ഒരു സ്ഥാപനമാണ് കലാക്ഷേത്രം. ഉദ്ഘാടനം ചെയ്തത് ഞാൻ തന്നെയാണ്. അന്ന് എൻ്റെ കച്ചേരി ഉണ്ടായിരുന്നു. ഒന്നാലോചിച്ചാൽ ലക്ഷ്മിയുടെ ഓഫറാണ് കറക്റ്റ്. നമ്മുടെ ഭാഗത്ത് നിന്ന് ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ത് വേണ്ടി വരുമെന്ന് വല്ലതും പറഞ്ഞോ? ഇല്ല, അവർ ഓഫർ ചെയ്തു, കൊള്ളാമെന്ന് തോന്നി, ഞാൻ സമ്മതിച്ചു. അതുപോരാ. കാര്യം എൻ്റെ സ്നേഹിതനാണ് അനന്തനെങ്കിലും കറതീർന്ന ബിസിനസ്സുകാരനാണ്. നീ അവിടെ ജോയിൻ ചെയ്യുന്നെങ്കിൽ അതിനു മുമ്പ് കൃത്യമായ രേഖ ഉണ്ടാവണം. അതൊക്കെ ഇപ്പോഴേ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ അച്ഛാ? ലെറ്റ് മീ ജോയിൻ ഫസ്റ്റ്. മണ്ട, വടാശ്ശേരി നീലകണ്ഠൻ നമ്പൂരുടെ മകൻ കള്ളുഷാപ്പുകാരനും അവന്റെ ആട്ടക്കാരിക്കും കൂലിക്ക് കുടലൂതാൻ പോയെന്ന് പറയും നാട്ടുകാര്. നീ ആരും അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ തന്നെ നിന്റെ തൊഴിൽ അതായി തീരും. മുദ്രക്കടലാസ് വേണം നമ്മുടെ കയ്യില്, റിട്ടൺ ഡോക്യുമെന്റ്സ്. വരട്ടെ, ഞാൻ തന്നെ പതുക്കെ അനന്തനോട് പറയാം. പാവം മുരളി വലിയ പ്രതീക്ഷയിലായിരുന്നു. അവനെ നിരാശപ്പെടുത്തണ്ട. ലെറ്റ് ഹിം പ്രൊസീഡ്. എന്തിന്? എന്തുറപ്പിന്മേൽ? നീ ഇല്ലല്ലോ. അവനൊരു ജീവിതമാർഗം വേണ്ടേ? ചെറിയ തോതിൽ തുടങ്ങട്ടെ. അവനും നമ്മുടെ കുട്ടിയല്ലേ.
നമ്മുടേതെന്ന് പറയുമ്പോ എന്റെ മകളുടെ മകൻ, അണാപൈസ കണക്ക് പറഞ്ഞ് വീതം മേടിച്ചു പോയ മാധവന്റെ മകൻ. മക്കളെയൊക്കെ വിശ്വസിച്ചിരുന്ന മാധവനെ. മുരളി എന്റെ കൊച്ചുമനാണെങ്കിലും രക്തം അവന്റെ അല്ലേ. അടയ്ക്കാമരത്തിന് തേങ്ങ ഉണ്ടാവില്ലല്ലോ. എഞ്ചിനീയറിംഗ് ഡിഗ്രി ഒന്നില്ല കയ്യിലെ, വല്ല പണിക്കും പോട്ടെ. പ്രീ ഡിഗ്രിക്ക് വട്ടപൂജ്യം വാങ്ങിച്ചവനെ മണിപ്പാൽ വിട്ട് എഞ്ചിനീയറാക്കാൻ ലക്ഷങ്ങൾ എത്ര മുടക്കുന്നറിയാമോ ഞാൻ. ആ നന്ദിയില്ല ചെക്കന്, എനിക്കറിയാം. നട്ടുച്ചയായാലും കിടക്കപ്പായ എണീക്കാത്തവൻ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് സാധകം, കുളി, ജപം, തേവാരം അതൊക്കെ പോരാഞ്ഞിട്ട് അപ്പുണ്ണിയെ കൂടി വെട്ടിച്ച് അച്ഛന്റെ കൂട്ടത്തിൽ ഒരു മോർണിംഗ് വാക്കും. പാര എനിക്കിട്ടാവുമെന്നാ ഞാൻ കരുതിയത്. ഉറപ്പിക്കാൻ വരട്ടെ, നാളെ നമുക്കിട്ടും ആയിക്കൂടുന്നില്ല. ശനിയുടെ സ്വാപഹാരം തൽക്കാലം ഇവന്റെ തലയ്ക്ക് മുകളില്ല. അത് കാരണം ഇവനിട്ട് കിട്ടി. പക്കമേളം പഠിച്ച് പിന്നണി കൂടിക്കോളാൻ പറഞ്ഞില്ലല്ലോ. ഭാഗ്യം. അയാളിപ്പോ ഇങ്ങോട്ട് കെട്ടിയെടുത്തില്ലായിരുന്നെങ്കിൽ ചോദിച്ചത് തന്നില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ തന്നുപോയനെ മുത്തച്ഛൻ. ചെറിയമ്മാവന്റെ കളിയും ചിരിയും കണ്ടപ്പോഴേ അവളങ്ങ് ഉറപ്പിച്ചു. വീട്ടിൽ പോയി വലിയ കോൺട്രാക്ടറുടെ ഭാര്യയുടെ റോളും അഭിനയിച്ചിട്ട് വന്നിരിക്കുക. ഛേ, ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞുപോയി. ഒരുപാട് പേരോട് കമ്മിറ്റ് ചെയ്യുകയും ചെയ്തു. നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഒരു 4-5 ലക്ഷം രൂപ മതി, കടമായിട്ട് മതി. കെട്ടുതാലി ആരെങ്കിലും പണയം വെച്ചാ അതിന്റെ മാറ്റൊരച്ച കല്ലൂടെ കാണണം എന്റെ അമ്മായി അച്ഛന്. 10 പൈസ അദ്ദേഹം അറിയാതെ ബാങ്കിന് ആർക്കും തൊടാൻ പറ്റില്ല. ദാമോട്ടനാവുമ്പോ പെട്ടെന്ന് പിടികൊടുക്കാതെ ഒന്നങ്ങോട്ട് തിരികെ മറിക്കാവാലോ. ഓഹോ, ആരാന്തമ്മയ്ക്ക് ഭ്രാന്ത് വരുത്തി അത് കണ്ട് രസിക്കാതിരിക്കാ നിങ്ങള്. എന്റെ പൊന്നു മോനെ, നീ അച്ഛന്റെ കാല് പിടി, ഒന്നുകൂടെ മുറുക്ക പിടി, അല്ലാതെ വേറെ വഴിയില്ല. വാടി. മുരളി, എടാ മുരളി, നീ എന്തായി കാണിക്കുന്നേ? പോകുന്നു. എങ്ങോട്ട്? ജയയുടെ വീട്ടിലേക്ക്. അമ്മയെ ക്ഷണിക്കാൻ നിവൃത്തിയില്ല. അല്ലെങ്കിൽ തന്നെ അമ്മ വരണ്ട. നീലകണ്ഠം ഭാഗവതരുടെ നിഴല് തണുപ്പ് കൂടും അല്ലേ? മുരളി, ഒരാവേശത്തിന് അവിവേകം കാണിക്കരുത്. ഈ എച്ചിൽ വെക്കാൻ ഇനി ഞാനില്ല. ഊട്ടിയിലും കൊടൈക്കനാലിലും ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ ഭാഗവതരുടെ വേറെ ചെറുമക്കള്. അവരെയൊക്കെ നോക്കാൻ തന്തമാരുണ്ട്. എനിക്കതില്ല. അതെനിക്ക് ശരിക്കും ഇപ്പോഴും അങ്ങോട്ട് ബോധ്യമായത്. నేర్చిన ఎంత జూచిన ఎంత నేర్చిన ఎంత జూచిన ఎంత నేర్చిన ఎంత జూచిన ఎంత నేర్చిన ఎంత జూచిన ఎంత వారలైన కాంతదాసులే. അച്ഛാ, മുരളി പിണങ്ങി പോവുക. അവനെല്ലാം പാക്ക് ചെയ്യുന്നു. അങ്ങോട്ട് ജയയുടെ വീട്ടിലേക്ക്. പണ്ടൊരുത്തം പോയ പോലെ ഭാരിച്ചൊന്നും കെട്ടിപ്പറക്കാനില്ലല്ലോ. തിരിച്ചു വരും. മോനെ ദത്ത, നീയെങ്കിലും വന്ന് അവനോടൊന്ന് പറ. അച്ഛാ, ഇത് കുറച്ച് വെറും പണത്തിന്റെ പ്രശ്നമാണ്. വാശി കളയണം. അവനും ഇല്ലേ ഒരു പ്രസ്റ്റേജ്. പ്ലീസ്. വെറും പണത്തിന്റെ പ്രശ്നമോ? തന്റെ ഉണ്ടോ കുറച്ച് വെറും പണം എടുക്കാൻ? ഉണ്ടായിക്കോട്. ചിങ്ക, ഡോണ്ട് ബി സില്ലി. എനിക്ക് ആകെയുള്ള സമ്പാദ്യം. ബിസിനസ് ഒന്ന് തുടങ്ങി വെക്കുന്ന എനിക്ക് ഇത് മതിയാവും. വാങ്ങടാ. എല്ലാറ്റിനും ഒരു വഴി ഉണ്ടാക്കാൻ ഞാനല്ല പറയുന്നത്. എന്തിനാ ഇത്? മുറുക്കാൻ കട തുടങ്ങാൻ. നിങ്ങളെ ഞാൻ ഒരുപാട് ഓവർ എസ്റ്റിമേറ്റ് ചെയ്തു. പഴയ ശീലങ്ങളൊന്നും നീ മറന്നില്ലെന്ന് എനിക്കിപ്പോ ബോധ്യായി. ഒരാട്ടക്കാരിയെ കണ്ടപ്പോ, അതും ആരാന്റെ ഭാര്യ ഒരാട്ടക്കാരിയെ കണ്ടപ്പോ നീ മതി മറന്നല്ലടാ.